أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون. وهو الذي ذرأكم في الأرض وإليه تحشرون. وهو الذي يحيي ويميت وله اختلاف الليل والنهار أفلا تعقلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1124 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 78 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. വഹുവല്ലദീ ദറഅകും ഫിൽ അർദി വഇലൈഹി തുഹ്ശറൂൻ. وهو الذي يحيي ويميت وله اختلاف الليل والنهار أفلا تعقلون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 78 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സമൂഹത്തോടായിട്ട് ദൈവിക സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ സമൂഹത്തിലേറെ പേരും അദ്ദേഹത്തെ തള്ളിക്കളയുന്നത്. പലപ്പോഴും യാതൊരു വിധത്തിലുള്ള ദൈവിക കാരുണ്യവും അർഹിക്കാത്ത ഒരു സ്വഭാവവും പെരുമാറ്റവും ഒക്കെയാണ് അവര് കാണിച്ചുകൊണ്ടിരുന്നത്. പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളാകുന്ന വിധത്തില് പല പരീക്ഷണങ്ങളും അവരെ അതിനെ തുടർന്ന് പിടികൂടുന്നുണ്ട്. വരൾച്ചയും ക്ഷാമവുമൊക്കെ അവരെ വേട്ടയാടുന്ന ഒരു സാഹചര്യം സംജാതമാവുന്നുണ്ട്. ക്ഷാമം കൊണ്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിൽ അവര് ആലോചനയുള്ളവരാകുന്നതിന് വേണ്ടി ക്ഷാമവർഷങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സംഭവവും ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ അതൊന്നും ഫലം ചെയ്യാത്ത, അതുകൊണ്ടൊന്നും എളിമയും വിനയവും ഒന്നും ഉണ്ടാവാതിരുന്ന ആ ആളുകൾ അവര് കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ നിരാശ ഏറ്റുവാങ്ങാനാണ് എന്നതാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ മനസ്സിലാക്കുകയുണ്ടായത്. ഹത്താ ഇദാ ഫതഹ്നാ അലൈഹിം ബാബൻ ദാ അദാബിൻ ശദീദ്. അതികഠിനമായ ശിക്ഷയുടെ കവാടം അവരുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടുവോളം അവരുടെ ധിക്കാരവും നിഷേധവും തിരസ്കാരവും ഒക്കെ തുടർന്നു പോവുകയാണ്. അങ്ങനെ കഠിനമായ ശിക്ഷയുടെ കവാടം അവരുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടുമ്പോൾ
ഇദാഹും ഫീഹി മുബ്ലിസൂൻ, അവരങ്ങേയറ്റത്തെ നിരാശ ബാധിച്ച ആളുകളായിട്ട് മാറുന്നു. അവരതിന്റെ പേരിൽ നിരാശപ്പെട്ടുകൊണ്ട് വലിയ ഇച്ഛാഭംഗം പ്രകടിപ്പിച്ചുകൊണ്ട് ആർത്തു കരയുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നു. ഇതാണ് നമ്മൾ വായിച്ചു വെച്ച ഭാഗത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന, വിശദമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകൾ യഥാർത്ഥത്തിൽ ഈ സത്യനിഷേധികള് സ്വന്തം അവസ്ഥയെ അപകടപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കുന്ന നിലപാട് എത്ര മൂഢമാണ്, എത്ര അബദ്ധജടിലമാണ് എന്നത് ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ്. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, മൂന്ന് അത്യസാധാരണമായ അനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അവനാണ് അത് നിങ്ങൾക്കായിട്ട് ഒരുക്കി തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ചെയ്തു തന്നിട്ടുള്ളത് അല്ലാഹുവാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വഹുവല്ലദീ അൻശഅ ലക്കും, ഏതൊരു അള്ളാഹുവിനെയാണോ, ഏതൊരു അള്ളാഹുവിന്റെ ഏകത്വത്തെയാണോ ഈ പ്രവാചകൻ ഉയർത്തിപ്പിടിക്കുന്നതും നിങ്ങൾ നിഷേധിച്ചു കളയുന്നതും, ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് കേൾവി തന്നിട്ടുള്ള. അൻശഅ ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് കേൾവി എന്നൊരു വൈഭവം, കേൾക്കാൻ സാധിക്കുന്നു എന്ന വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് ആ അള്ളാഹുവാണ്. നിങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണോ നിഷേധിക്കുന്നത്, ഏതൊരു അള്ളാഹുവിനെയാണോ ഈ ദൂതൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഏതൊരു അള്ളാഹുവിന്റെ ഏകത്വത്തെയാണോ നിങ്ങൾ നിരന്തരം നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹു ഹുവല്ലദീ, വഹുവ എന്ന ആ പ്രയോഗത്തില് നേരത്തെ അവർ നിഷേധിച്ചു കൊണ്ടിരുന്നത് ഏതൊരു അള്ളാഹുവിനെയാണോ എന്നൊരു സൂചന ആ ഊന്നലില് അടങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് സമഅനെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അവനാണ്. അൻശഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു തന്നു, ഉണ്ടാക്കി തന്നു, ഇനീഷ്യേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കി എന്നൊക്കെയുള്ള നിലക്ക് മനസ്സിലാക്കാൻ കഴിയും. കേൾവി എന്നൊരു വൈഭവം നിങ്ങൾക്ക് പ്രവർത്തനക്ഷമമാക്കി തന്നിട്ടുള്ളത് അവനാണ്. മൃഗങ്ങളും പക്ഷികളും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ കേൾവി അതിൽ നിന്നൊക്കെ വ്യത്യസ്തവും അതിനേക്കാളൊക്കെ വലിയ പ്രാധാന്യമുള്ളതുമാണ് എന്നത് ആലോചിക്കുന്നവർക്ക് ബോധ്യപ്പെടും. അതുപോലെ വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ, ദൃഷ്ടികൾ ഒരുക്കി തന്നിരിക്കുന്നത്, കാഴ്ച നിങ്ങൾക്ക് സജ്ജമാക്കി തന്നിരിക്കുന്നത് അവനാണ്. കേൾവിയില്ലാത്ത അവസ്ഥയും കാഴ്ചയില്ലാത്ത, കണ്ണുകള് പ്രവർത്തനക്ഷമമല്ലാത്ത അവസ്ഥയും ഒക്കെ നമ്മൾ നിരന്തരം നമ്മുടെ ചുറ്റുപാടുകളിലെ നിരീക്ഷണത്തിൽ നിന്ന് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യരുടെ കൂട്ടത്തില് കേൾവിക്കുറവുള്ള അല്ലെങ്കിൽ കേൾവി ഇല്ലാതെ ജനിക്കുന്നവരുണ്ട്, കാഴ്ചക്കുറവുള്ളവരും കാഴ്ച തന്നെ തീരെ ഇല്ലാതെ ഒക്കെ ജീവിക്കേണ്ടി വരുന്നവരും ഒക്കെ ഉണ്ട്. ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹങ്ങളാണ് ഇവ എന്നത് ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ്. കേൾവിയില്ലാത്തവരെ കാണുമ്പോഴാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവികാനുഗ്രഹം എത്ര മഹത്തരമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടാൻ മനസ്സിലാവുക. അതേപോലെ തന്നെ കാഴ്ചയും. അപ്പൊ ഈ രണ്ട് സിദ്ധികള് അതേപോലെ അള്ളാഹു പറയുന്നത് വൽ അഫ്ഇദത, ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദയം അല്ലെങ്കിൽ മനസ്സും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്
അവനാണ്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കേൾവിയും കാഴ്ചയും മനുഷ്യന്റെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ്സറിലേക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കുന്ന ഇൻപുട്ട് ഡിവൈസസ് ആണ് കേൾവിയും കാഴ്ചയും. നമ്മുടെ ഇപ്പോഴത്തെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു സംവിധാനത്തെ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാവും. കമ്പ്യൂട്ടർ അതിന്റെ ക്യാമറ കണ്ണുകൾ കൊണ്ട് പലതും അതിന്റെ പ്രോസസ്സറിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് നൽകാൻ കഴിയും. അതിനുള്ള സംവിധാനവും ഉണ്ട്. അപ്പൊ ഇതൊക്കെയും പ്രോസസ് ചെയ്യപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ ഒരു പ്രോസസ്സറിലാണ്. CPU എന്ന് പറയും, സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് എന്ന് പറയും. മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും മനസ്സിന്റെ പ്രവർത്തനവും ഒക്കെ മോഡൽ ചെയ്തുകൊണ്ടാണ് കമ്പ്യൂട്ടറുകൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടും. നേരിട്ട് നോക്കി നോക്കി വരച്ചു വെച്ചതൊന്നും ആവൂല അതുപോലെ. പക്ഷെ കമ്പ്യൂട്ടറുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ, അവന്റെ അറ്റ് ദ ബാക്ക് ഓഫ് ഹിസ് മൈൻഡ് എന്ന് പറയാം, മനസ്സിന്റെ ഏറ്റവും പുറകിലായിട്ട് അങ്ങനെ ഒരു ചിത്രം അവന്റെ മനസ്സിൽ ഫോം ചെയ്യുന്നത് ഈ മനുഷ്യന്റെ ചിന്ത പ്രവർത്തിക്കുന്ന ആ പ്രക്രിയയെ, അതിനെക്കുറിച്ചുള്ള ഒരു ഇമേജ് വെച്ചുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിടെ പറയുന്നു, വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത. അവനാണ്, അള്ളാഹുവാണ് നിങ്ങൾക്ക് കേൾവി സജ്ജീകരിച്ചു തന്നിട്ടുള്ളത്, അതുപോലെ കാഴ്ചയും, നിങ്ങളുടെ ദൃഷ്ടികള്, നിങ്ങളുടെ കണ്ണുകള് പ്രവർത്തനക്ഷമമാക്കി തന്നിട്ടുള്ളതും അള്ളാഹുവാണ്. വൽ അഫ്ഇദത, നിങ്ങളുടെ മനസ്സുകൾ, നമ്മുടെ ചിന്തയും ആശയങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഇടം മനുഷ്യന്റെ അസ്തിത്വത്തിലുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഹൃദയമാണോ, മസ്തിഷ്കമാണോ, രക്തക്കുഴലുകളാണോ എന്നൊന്നും നമുക്ക് ആരോടും കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പക്ഷെ ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റില്ല. മനസ്സ് എന്നൊരു മണ്ഡലം മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ സ്പർശനത്തിലൂടെ നേടുന്ന അറിവ്, നമ്മുടെ രുചിയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ചില ധാരണകൾ, ഇതൊക്കെ തന്നെ മനസ്സിലേക്കാണ് അയക്കപ്പെടുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാണ് മനുഷ്യന്റെ ചിന്ത ഫോം ചെയ്യുന്നത്. പക്ഷെ ഈ മനസ്സ് എവിടെയാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. കൃത്യമായിട്ട് ഒരു ഉത്തരം അതിന് പറയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടൊന്നുമില്ല. ചില സൂചനകൾ ഖുർആൻ നൽകുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. അപ്പൊ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നു, ഫുആദ് എന്നുള്ള ഏകവചനത്തിന്റെ എന്ന പദത്തിന്റെ ബഹുവചനമാണ് അഫ്ഇദ എന്നത്. അത് ഹൃദയത്തെ സൂചിപ്പിക്കുന്നുണ്ട്, മനസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്, നെഞ്ചകത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അർത്ഥകൽപ്പനകൾ സാധ്യതയുള്ള ഒരു പദമാണ്. അപ്പൊ അള്ളാഹു പറയുന്നത്, അവനാണ് നിങ്ങൾക്കായിട്ട് കേൾവിയും കാഴ്ചയും അതുപോലെ മനസ്സും പ്രവർത്തനക്ഷമമാക്കി തന്നിട്ടുള്ളത്. ഇത് പറയുമ്പോ ഈ ആയത്ത് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സ്പോട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പ്രപഞ്ചത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ നിരന്തരം അള്ളാഹു മനുഷ്യനെ പ്രേരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ സൂറത്തിൽ പിന്നിട്ട ഭാഗങ്ങളിൽ നമുക്കത് പലതും കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ മനുഷ്യന്റെ ശരീരഘടനയിൽ അസ്തിത്വത്തിലായിട്ട് തന്നെ അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങൾ, സ്വന്തം സ്രഷ്ടാവ് ആരാണ്,
താൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെ നിലവിൽ വന്നു, താനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ പ്രപഞ്ചവും താനും ഒക്കെ അടങ്ങുന്ന ഈ സാകല്യത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവുമായിട്ട് തങ്ങൾക്കുള്ള ബന്ധം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചമൊക്കെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ഇത്രയും കഴിവുകൾ നൽകിക്കൊണ്ട് നമ്മെ രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച് വിട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്, ഈ കഴിവുകള് എങ്ങനെ പ്രയോജനപ്പെടുത്തപ്പെടണം എന്ന നിലക്കാണ്. ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യന് കൺസിഡർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു കന്നുകാലി വർഗത്തിൽപ്പെട്ട ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് നൽകപ്പെട്ട പോലെയുള്ള കേൾവിയോ കാഴ്ചയോ മനസ്സോ അല്ല മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത്. ഒരു പോത്തിന്റെ ജീവിതം അതിന്റെ ജനനം മുതൽ മരണം വരെ നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. അതിന് അള്ളാഹു കേൾവി നൽകിയിട്ടുണ്ട്, കാഴ്ച നൽകിയിട്ടുണ്ട്, അതിനും മനസ്സുണ്ട്. നമുക്ക് നിരീക്ഷിച്ചാലേ മനസ്സിലാവും. നമ്മൾ അതിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനനുസരിച്ച് അത് തിരിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് കാണാൻ കഴിയും. അത് കാണിക്കുന്നത് തന്നെ അതിന് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തനക്ഷമമായ മനസ്സുണ്ട് എന്നതാണ്. നമ്മൾ ശബ്ദം ഉണ്ടാക്കിയാൽ അത് പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ വല്ല ദൃശ്യങ്ങളും കാണിച്ചാൽ അതിനോടും അതിന്റെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയും. അപ്പോ കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ ആലോചനയും ഒരു പോത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തന്നെ ഒരു പോത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലം നമ്മൾ നിരീക്ഷിച്ചാൽ വളരെ പരിമിതമായ ജഡികമായ അതുപോലെ ജീവൻ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനിന് അപ്പുറത്തേക്ക് ആ പോത്ത് എന്തെങ്കിലും ഈ കഴിവുകളെ പ്രയോജനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ ഒന്നും കാണാൻ കഴിയില്ല. ഒരാട് എത്ര കാലം ജീവിച്ചാലും അത് വളരെ കുറഞ്ഞ കാലം ജീവിച്ച ഒരാട് എങ്ങനെയാണോ ജീവിച്ച് മരിച്ചു പോയിട്ടുള്ളത് അതുപോലെ അങ്ങ് മരിച്ചു പോവുകയല്ലാതെ അതിന് വേറെ യാതൊരു സാധ്യതയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ജീവജാലങ്ങളുടെ ഒക്കെ അവസ്ഥ അതാണ്. ജനനം മുതൽ മരണം വരെയുള്ള അതിന്റെ ചില ജൈവ പ്രക്രിയകള് അതിന്റെ നിലനിൽപ്പുമായി വളർച്ചയുമായി അതിന്റെ ഒരു ജൈവികമായിട്ടുള്ള ജഡികമായ ചില ആവശ്യങ്ങളും ജീവൻ സംരക്ഷിക്കുക എന്ന ആവശ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ജീവജാലങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു ഫംഗ്ഷനും ഉള്ളതായിട്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല. ഞാൻ മുമ്പൊരിക്കലും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പശു എത്ര കാലം തന്നെ വ്യത്യസ്തമായ ചെടികളും പുല്ലും ഒക്കെ തിന്നുകൊണ്ടിരുന്നാലും വ്യത്യസ്തമായ ചെടികളും അതുപോലെ കാർഷികമായ വിഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം ഒരു പശുവിന് ആലോചിക്കാൻ പറ്റുന്നില്ല. അതിന്റെ പ്രോസസ്സറിൽ അങ്ങനെ ഒരു സംഗതി വർക്ക് ചെയ്യുന്നില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. പശു ചിലപ്പോൾ നമ്മൾ അതിനെ പുല്ല് കൊടുക്കാൻ വേണ്ടി എവിടെങ്കിലും കെട്ടിയിടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അതിന്റെ സ്മൃതിയില് ശേഷിപ്പുള്ള ചില രുചി ഇഷ്ടങ്ങൾ ഉണ്ടാകും. അത്തരം രുചി ഇഷ്ടങ്ങൾ നൽകുന്ന പുല്ല് ഉള്ള ഇടത്തേക്ക് ചിലപ്പോ നമ്മളെ വലിച്ചുകൊണ്ട് പോയിന്ന് വരും. അതിനപ്പുറത്തേക്ക് ചില പുല്ലുകളോടൊപ്പം ഒരു ചെറുനാരങ്ങയുടെ സ്ലൈസ് കൂടി എടുത്തു വെച്ചാൽ അത് ചവച്ചാൽ നല്ല രുചി കിട്ടും. അല്ലെങ്കിൽ വേറെ ചിലത് കൂടി അതിനോട് ചേർത്താൽ, അല്ലെങ്കിൽ കുറച്ച് കടുക് കൂടി അതിനോട് കൂട്ടിച്ചവച്ചാൽ നല്ല ഫ്ലേവർ കിട്ടും എന്ന നിലക്ക് ആലോചിക്കുന്ന ഒരു രീതി ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പോത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പക്ഷെ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യൻ ഇത്തരം രുചി
വൈവിധ്യങ്ങളുടെ സാധ്യതകളിൽ വലിയ ഗവേഷണം നടത്തി ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ സാധ്യതകളുടെ ഒരു വളരെ പരിമിതമായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഒരുപക്ഷെ മനുഷ്യൻ ഏറ്റവും ഏറെ ഗവേഷണം ചെയ്ത് വൈവിധ്യങ്ങളും സാധ്യതകളും കണ്ടെത്തിയിട്ടുള്ള ഒരു മേഖലയായിരിക്കണം ഈ ഭക്ഷണം ഒരുക്കുക എന്നുള്ള സംഗതി. ഭക്ഷണം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈവിധ്യങ്ങളും ഗവേഷണങ്ങളും ആയിരിക്കും മനുഷ്യൻ ഏറ്റവും ഏറെ ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ പ്രപിതാക്കന്മാരൊന്നും കഴിച്ചിട്ടില്ലാത്ത വളരെ രുചികരമായ ഭക്ഷണങ്ങൾ ഇന്ന് നമ്മൾ കഴിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ബുദ്ധിപരമായ മുന്നേറ്റത്തിന്റെ ഒരു വലിയ അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഇത് മാത്രമല്ല, മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല മേഖലകളിലും മനുഷ്യൻ ബുദ്ധിപരമായി മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പൊ വളരെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജീവജാലങ്ങൾക്ക് നൽകപ്പെട്ട കാഴ്ചയും കേൾവിയും മനസ്സും പോലെയല്ല മനുഷ്യന്റെ കേൾവിയും കാഴ്ചയും മനസ്സും പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ മനസ്സിന് ഇനെസ്റ്റിമബിൾ ആയ സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ കഴിഞ്ഞ തലമുറയിലെ വളരെ പ്രമുഖരായ ചില ബുദ്ധിരാക്ഷസന്മാരെ നമുക്ക് അവരുടെ ആയുസ് ഒടുങ്ങിയപ്പോ കൈ നഷ്ടപ്പെട്ടപ്പോ നമ്മൾ പലരും വിലപിക്കുകയുണ്ടായിട്ടുണ്ട്. ലോകത്തിന് തീരാ നഷ്ടമാണ് എന്നൊക്കെയുള്ള നിലക്ക്. പക്ഷെ പുതിയ തലമുറയിൽ നമ്മുടെ കാലം കൂടി പിന്നിടുമ്പോ പുതിയ തലമുറയിൽ രംഗത്ത് വരുന്ന ചില പ്രതിഭാസങ്ങളായിട്ട് അടയാളപ്പെടുത്തപ്പെടുന്ന ആളുകളെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമ്പോൾ അവരുടെ ധിഷണയും കഴിവുമൊക്കെ പിന്നിട്ട തലമുറകളിലെ മുഴുവൻ ആളുകളെയും നിഷ്പ്രഭമാക്കുന്ന വിധത്തിലുള്ള സാധ്യതകളുള്ളവരാണ് ഈ പുതിയ തലമുറയിലുള്ളവര് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തില് നമ്മളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് അവരിൽ പലരും കാഴ്ചവെക്കുന്നത്. മനുഷ്യബുദ്ധിയുടെ ഇനെസ്റ്റിമബിൾ ആയ സാധ്യതയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തിനായിരിക്കണം അല്ലാഹു ഇത് നൽകിയിട്ടുള്ളത്? ഒരു പോത്തിനെ പോലെ ജീവിക്കാനാണോ? ഒരു പശുവിനെയോ ആടിനെയോ വേറെ ഏതെങ്കിലും മൃഗത്തെയോ പക്ഷിയെയോ ഒക്കെ പോലെ ജീവിച്ചങ്ങ് മൺമറഞ്ഞു പോകുന്നതിന് വേണ്ടിയാണോ ഇത്രയും അതിഗംഭീരമായ സാധ്യത മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ളത്? അതോ അതിനപ്പുറത്തേക്ക് വലിയ ചില ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്നത് നമുക്കൊരു അനുമാനമായിട്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെ ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കും? ഈ അടിസ്ഥാന യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ളാഹുവിടെ വിരൽ ചൂണ്ടുന്നത്. അള്ളാഹുവിന്റെ സാന്നിധ്യം മാത്രമേ നമുക്ക് കാണാൻ കഴിയാത്തതുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി തരുന്ന ബഹുകോടി സൂചനകള് നമ്മുടെ ചുറ്റുപാടുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് മുൻനിർത്തിക്കൊണ്ട് ഇത് വെച്ചുകൊണ്ട് വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും സാധ്യതയുള്ള, അത് ലിമിറ്റഡ് അല്ല, മനുഷ്യന്റെ ബുദ്ധിയെ ഇത്രയൊക്കെ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ മലയാളത്തിന്റെ വലിയ ഒരു പ്രതിഭയായ ഗാനഗന്ധർവൻ യേശുദാസിനെ ഒന്ന് പരിഗണിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ സ്വരസാധ്യതകള് നമുക്ക് വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് തീർക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതാണോ അവസാന വാക്ക്? അക്കാര്യത്തില് യേശുദാസിന്റെ സ്വര വൈഭവത്തെ നിഷ്പ്രഭമാക്കുന്ന ചില പ്രതിഭകൾ ഇനി രംഗത്ത് വരില്ല എന്ന് ആര് കണ്ടു? പിന്നിട്ട കാലങ്ങളിൽ എത്രയോ സംഗീത പ്രതിഭകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? അവരിലെ പലരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരെക്കാൾ പ്രതിഭാധനത്വം കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന എത്രയോ സമകാലികര് നമ്മുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരെ അപ്രസക്തമാക്കുന്ന വിധത്തിൽ പല പ്രതിഭകളും വരും നാളുകളിൽ പ്രത്യക്ഷപ്പെടും എന്നതിന്റെ ഒരു സൂചനയാണത്.
ഇതുപോലെയാണ് എല്ലാ മേഖലയിലും. ഇപ്പോ നമ്മള് കഥകളിൽ പെരുന്തച്ഛനെ കുറിച്ചും പെരുന്തച്ഛന്റെ മകനെ കുറിച്ചും ഒക്കെ പറയാറുണ്ടല്ലോ. പല ഐതിഹ്യങ്ങളും ഉണ്ട് അവരെ കുറിച്ചൊക്കെ. തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മികവിനെ എടുത്തു കാണിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ആധുനിക കാലഘട്ടത്തിലെ നിർമ്മാണ മേഖലയിൽ മനുഷ്യൻ കൈവരിച്ചിട്ടുള്ള അതിവിസ്മയകരമായ നേട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പെരുന്തച്ഛനും മകനും വല്ലതുമാണ്? വല്ല പ്രാധാന്യവും അവർക്ക് തോന്നുന്നു? അതൊരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ മാത്രമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ചുരുക്കൂലേ? എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിയുടെ സാധ്യത, മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ദൈക്ഷണികമായ കഴിവുകളുടെ ഇനെസ്റ്റിമബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അള്ളാഹു ഈ സിദ്ധികൾ മനുഷ്യന് നൽകിയിട്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത. അവനാണ് നിങ്ങൾക്കായിട്ട് കേൾവിയും കാഴ്ചയും അതുപോലെ മനസ്സുകളും രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കി തന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയായിരിക്കും അത്? ഒരു മൃഗത്തെ പോലെ ജീവിച്ചങ്ങ് മരിച്ചു പോകാൻ വേണ്ടിയാണോ? ഒരു പക്ഷിയെ പോലെ കാലം കഴിഞ്ഞു പോകാനാണോ? അതല്ല, അതിനപ്പുറത്തേക്ക് ചില ലക്ഷ്യങ്ങളും മനുഷ്യന് ഈ അപരിമേയമായ സാധ്യതകൾ നൽകപ്പെട്ടതിന്റെ പിന്നില് ഉണ്ടോ എന്നത് ആലോചിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയാണ്. ഖലീലമ്മാ തശ്കുറൂൻ. ഇതൊക്കെ ഉണ്ടെങ്കിലും എത്ര പരിമിതമായിട്ട് മാത്രമാണ് കൂട്ടരെ നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നത്? എത്ര പരിമിതമായിട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ സിദ്ധി വൈഭവങ്ങള്, ദൈക്ഷണികമായ സാധ്യതകൾ, അവന്റെ കഴിവുകൾ, പ്രതിഭാധനത്വം, സർഗാത്മകത, ഇതൊക്കെ എത്ര ഇനെസ്റ്റിമബിൾ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ മനുഷ്യൻ അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നത് എത്ര പരിമിതമായിട്ടാണ് എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പല സന്ദർഭങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യന് 2 കൈകൾ നൽകപ്പെട്ടു എന്നത് മനുഷ്യനെ എത്ര വ്യതിരക്തരാക്കുന്നുണ്ട് എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഒരു പക്ഷെ പറഞ്ഞു കാണും, ഒരു വീഡിയോയിൽ കാണാൻ പറ്റിയത് ഒരു ഡോൾഫിൻ അതിന്റെ പുറത്ത് ഒരു കടലിൽ അകപ്പെട്ടു പോയ ഒരു പട്ടിയെയും കൊണ്ട് ഒരു കപ്പലിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് കപ്പലിലുള്ള മനുഷ്യരെ അവര് ആ ഡോൾഫിൻ ബോധ്യപ്പെടുത്തുകയാണ് ഈ പട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡോൾഫിൻ അങ്ങനെ ചെയ്യുന്നത്? ഡോൾഫിന് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ആ പട്ടിയെ രക്ഷപ്പെടുത്താൻ ജന്മപരമായി വൈഭവം നൽകപ്പെട്ടത് മനുഷ്യനാണ് എന്നത് അറിയാവുന്നത് കൊണ്ടായിരിക്കും. അത് ജീവജാലങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തും. മനുഷ്യരുടെയോ ജീവികളുടെയോ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടി മനുഷ്യന്റെ ശ്രദ്ധയെ അവര് ക്ഷണിക്കുന്ന കാണാം. എന്തിനു വേണ്ടിയാണത്? മനുഷ്യനാണ് അതിനുള്ള വൈഭവം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ 2 കൈകള് അസാധ്യമായ ഭാവന കൊണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അതിവിസ്മയകരമായ 2 ടൂൾസ് ആണ് മനുഷ്യന്റെ കൈകൾ. ഈ കൈകൾ കൊണ്ടാണ് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും അച്ചുണ്ടാക്കിയിട്ടുള്ളതും അതുപോലെ നിർമ്മാണ മേഖലയിലെ സകല വിസ്മയങ്ങളും തീർത്തിട്ടുള്ളതും ഈ കൈകൾ കൊണ്ടാണ്. മനുഷ്യബുദ്ധിയിൽ ഇതൊക്കെ ഭാവനയിൽ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുമെന്നത് ശരിയാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഈ വിസ്മയകരമായ കരങ്ങള്, ഈ വക പ്രത്യേകതകളുള്ള വിരലുകൾ ഒക്കെ ഉണ്ടാവുമ്പോഴേ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയും തന്നെ നൽകപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? കേവലം ഒരു മൃഗത്തെ പോലെ ജഡികമായ താല്പര്യങ്ങളുടെ മാത്രം അടിമയായി അങ്ങ് തിന്നും കുടിച്ചും ഭോഗിച്ചും ജീവിച്ചങ്ങ് മരിച്ചു പോകാൻ വേണ്ടിയാണോ എന്നൊരാലോചന
മനുഷ്യന് ഉണ്ടാക്കുന്ന വിധത്തിലാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ പറയുന്നത്. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തശ്കുറൂൻ. വളരെ പരിമിതമായിട്ട് മാത്രമാണ് കൂട്ടരെ നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നത്, നന്ദി കാണിക്കുന്നത്. വഹുവല്ലദീ ദറഅകും ഫിൽ അർദി വഇലൈഹി തുഹ്ശറൂൻ. അവനാണ് ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചിട്ടുള്ളത്, ഭൂമിയിൽ നിങ്ങൾക്ക് വംശവർദ്ധനം ഉണ്ടാക്കി തന്നിട്ടുള്ളത് അവനാണ്. അവന്റെ അടുക്കിലേക്ക് തന്നെയാണ് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടാനും പോകുന്നത്. വല്ലാത്തൊരു ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ ഭൂമുഖത്താകെ വ്യാപിച്ചിരിക്കുന്നുണ്ട് ഇപ്പോ. പക്ഷെ തുടക്കം ഒരു സ്പോട്ടിലായിരുന്നു. അന്ന് എവിടെയും വേറെ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ സ്ഥലത്ത് ഒരൊറ്റ പോയിന്റിലാണ് നിങ്ങളുടെ തുടക്കം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴോ ഭൂമിയുടെ അഷ്ടദിക്കുകളിലേക്കായിട്ട് മനുഷ്യര് വ്യാപിച്ചിട്ടുണ്ട്. അതിവിസ്മയകരമായ വിധത്തിൽ മനുഷ്യന് വംശവർദ്ധനവുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ പെരുകിയിട്ടുണ്ട്. ഇനി ഒരു നാളിൽ വഇലൈഹി തുഹ്ശറൂൻ, അവന്റെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടാനും പോവുകയാണ്. ഒരു മഹ്ശർ വരാനിരിക്കുന്നുണ്ട്. ആ മഹ്ശറിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ ഈ കേൾവി, ഈ കാഴ്ച, ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ മനസ്സ് ഇതൊന്നും പര്യാപ്തമല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പരോക്ഷമായ ചോദ്യം. വഹുവല്ലദീ യുഹ്യീ വയുമീതു. ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവനും അവനാണ്. വലഹു ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാവിന്റെയും പകലിന്റെയും ഈ കറക്കമുണ്ടല്ലോ, ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംവിധാനം, ഇതൊക്കെയും പ്രവർത്തനക്ഷമമാവുന്നത് അവൻ നിയന്ത്രിക്കുന്ന വിധത്തിലാണ്, അവന് വേണ്ടിയാണ്, അവന്റെ ഖുദ്റത്ത് കാരണമായിട്ടാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വഹുവല്ലദീ ദറഅ ലക്കും ഫിൽ അർദ്. ഭൂമിയിൽ ദറഅക്കും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ വ്യാപിപ്പിച്ചിട്ടുള്ളത് അവനാണ്. നിങ്ങളെ പെരുകുന്നവരായി മാറ്റി. നിങ്ങൾക്ക് വംശവർദ്ധനമുണ്ടായി. എല്ലാ ഇടങ്ങളിലും നിങ്ങൾ എത്തി. വൻകരകളായ വൻകരകളിലൊക്കെ മനുഷ്യന്റെ സാന്നിധ്യം അറിഞ്ഞു. ജനവാസമില്ലാത്ത ഇടങ്ങളായിട്ട് പതിറ്റാണ്ടുകൾ തന്നെ കരുതി വച്ചിരുന്ന ഇടങ്ങളിലൊക്കെ മനുഷ്യൻ വാസം തുടങ്ങി. മനുഷ്യൻ വംശവർദ്ധനവ് കൊണ്ട് ഭൂമുഖത്ത് എല്ലായിടങ്ങളിലും അവന്റെ സാന്നിധ്യം അറിയിച്ചു. ഇനി അവന്റെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടാൻ പോകുന്നത് അവന്റെ അടുക്കലേക്ക് തന്നെയാണ്. വഹുവല്ലദീ യുഹ്യീ വയുമീതു. അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നവൻ. വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ. ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാവും പകലും അങ്ങനെ കറങ്ങി വരുന്ന ആ സംവിധാനം, അതും പൂർണ്ണമായിട്ടും അവന്റെ നിയന്ത്രണത്തിലാണ്. ഭൂമിയിൽ മാത്രം അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഇത്, രാവും പകലും എന്നത്. വേറെ പലയിടങ്ങളിലും വളരെ വ്യത്യസ്തമായ വേറെ ചില അനുഭവങ്ങളാണ്. ഭൂമിയിലേക്കായിട്ട് മനുഷ്യവാസം സാധ്യമാക്കുന്നതിന് വേണ്ടി അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് രാവും പകലും എന്നത്. ഭയങ്കര വിസ്മയകരമായ ഒരു കാര്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ആലോചിക്കുന്നില്ലേ കൂട്ടരെ എന്നാണ്. നിങ്ങൾ അഖില് പ്രയോജനപ്പെടുത്തുന്നില്ലേ, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നില്ലേ? അത് കേവലം നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രാന്വേഷണം പോലെ ലക്ഷ്യമില്ലാത്ത ഒരു ആലോചനയോ പഠനമോ അല്ലെങ്കിൽ ചിന്തയോ ആയിട്ടല്ല അള്ളാഹുവോട് പറയുന്നത്. ഇപ്പൊ നമ്മുടെ മോഡേൺ സയൻസിന്റെ കാര്യത്തില് ഭയങ്കരമായ ആലോചനകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചന്ദ്രനിലേക്ക് മനുഷ്യന് പലതും അയക്കാൻ പറ്റി. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ചന്ദ്രയാത്ര നടത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള പല സജ്ജീകരണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. പക്ഷെ അത് ചിന്താപരമായി നമ്മളെ എത്ര ഉയർത്തി എന്നത് ആലോചിക്കുമ്പോൾ നമ്മളിപ്പോഴും ചാണകക്കുഴിയിൽ തന്നെയാണെന്ന് ബോധ്യപ്പെടും.
ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പഠനം നടത്താൻ, അതിന്റെ വളരെ വിസ്മയകരമായ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമ്പോഴും മനുഷ്യൻ സ്വന്തം സ്വത്വത്തിന്റെ മൂല്യം എന്ത്, അതെന്തിനു വേണ്ടി, തന്റെ ആത്യന്തികമായ പരിണിതി എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാതെ ബോധപൂർവം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. മോഡേൺ സയൻസിന് വലിയ അപചയം ഉണ്ടാവുന്നത് ആ ഒരു രംഗത്താണ്. വലിയ മുന്നേറ്റമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്താണ് ദൈക്ഷണികമായിട്ട് മനുഷ്യന് അവന്റെ സ്വത്വപരമായ തിരിച്ചറിവിന്റെ കാര്യത്തിൽ ഈ മുന്നേറ്റങ്ങളിലൂടെ അവന് നേടാൻ സാധിക്കുന്നത് എന്നത് ആണ് വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിന്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുത്തി തരാം. അള്ളാഹുവിന്റെ ആയാത്തുകളാണ് ശാസ്ത്രജ്ഞന്മാര് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല പ്രതിഭാസങ്ങളും അള്ളാഹുവിന്റെ ആയാത്തുകളാണ്. അവ ശരിയായ വിധത്തിൽ വായിക്കുമ്പോൾ മനുഷ്യൻ ആലോചനയുള്ളവനാകും. അവന്റെ സമ്മഴ ബസർ അഫീദത്ത് ഇതൊക്കെയും തന്നെ എന്തിനായിരുന്നു നൽകപ്പെട്ടിരുന്നത്, അതിന്റെ ശരിയായ പ്രയോജനം എന്ത് നിലക്കാണ് എന്നതൊക്കെയും അവന് ബോധ്യപ്പെടും. ആ ഒരു തിരിച്ചറിവും ബോധ്യവും ഇല്ലാതെയാണ് ശാസ്ത്ര പഠനം മുന്നോട്ട് പോകുന്നതെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥതയുടെയും ഭൗതിക താല്പര്യത്തിന്റെയും ആളുകളായി മാറുക എന്നതല്ലാതെ സ്വത്വപരമായ ഒരു ഉണർവും ഒരു തിരിച്ചറിവും ഒരു ബോധ്യവും അവന് ഉണ്ടാവുകയില്ല. വളരെ പരിമിതമായ നേട്ടങ്ങൾ മാത്രമേ അവന് അതിലൂടെ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.